ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സാൽമൺ ഡിന്നറാണ് പരീക്ഷിക്കുന്നത്. സാൽമൺ ഇൻ ജിഞ്ചർ ഗാർലിക് ലെമൺ സോസ് സീസൺഡ് വിത്ത് വൈറ്റ് വൈൻ, പൊട്ടറ്റോ മാഷും പിന്നെ ഒരു 3 ടൈപ്പ് വെജിറ്റബിൾസ്. ഇത് വിളമ്പുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. നാട്ടിൽ നമ്മൾ ചോറ് കൊടുക്കുന്ന പോലെ വാരി വലിച്ചൊന്നും കാണില്ല. സെർവ് ചെയ്യുമ്പോൾ തന്നെ പ്ലേറ്റ് വളരെ ഭംഗിയായിരിക്കും. എന്നാൽ ആവശ്യത്തിന് സാധനം ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടെ ചേർന്നൊരു ഇംഗ്ലീഷ് സ്റ്റൈലില് സാൽമൺ ഡിന്നർ. അപ്പൊ ആദ്യം പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ട് അതിനെ മാഷ് ആക്കാം. മാർദ്ദവം കിട്ടാൻ കുറച്ച് ബട്ടർ ചേർക്കണേ, ചേർത്തിട്ടില്ല. അടുത്ത വെജിറ്റബിൾസ് ബോയിൽ ചെയ്തെടുക്കണം. ഇത് ടെസ്കോയിൽ നിന്ന് വാങ്ങിയ 2 സാൽമൺ പീസസ് ആണ്. മാഷും കുക്ക്ഡ് വെജും റെഡി. ഇത് തിളപ്പിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. സാൽമൺ സ്കിൻ നമുക്ക് റിമൂവ് ചെയ്യണമല്ലോ. വെജിറ്റബിൾ ബോയിൽ ചെയ്ത വാട്ടർ നമ്മൾ സാൽമന്റെ മേലെ സ്കിന്നിന്റെ പുറത്ത് മാത്രമായി നമ്മൾ ഒഴിച്ചു. ഇനി ആ സ്കിൻ ഒന്ന് പൊളിച്ചു നോക്കൂ. ഇതുപോലെ ഈസി ആയിട്ട് അങ്ങ് പൊളിഞ്ഞു പോരും. ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്കിന്നിന്റെ പുറത്ത് മാത്രം വീഴാൻ നോക്കണേ, അല്ലെങ്കിൽ എന്തൊരു വെച്ചാൽ മീനങ്ങ് വെന്തു പോകും. അത് നമുക്ക് ശരിയാവില്ല. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ സ്കിന്ന് പൊളിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പൊ എല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ പയ്യെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. സാൽമന്റെ സ്കിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ അഴുക്കൊന്നും ഉണ്ടാകത്തില്ല, പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത്. അപ്പൊ ഇനി വേണ്ടത് ബട്ടർ, ലെമൺ, ടൊമാറ്റോ, ബേസിൽ ലീവ്സ്, ദിൽ ലീവ്സ്, ഒനിയൻ, ഗാർലിക്, ജിഞ്ചർ, പിന്നെ ഒലിവ് ഓയിൽ. അപ്പൊ കുക്ക് ചെയ്യാനുള്ള പാൻ അടുപ്പത്ത് വെച്ചു. ആദ്യം സാൽമൺ ഒലിവ് ഓയിലിൽ വറുത്തെടുക്കാം. സൗകര്യത്തിന് വേണ്ടി സാൽമനെ കുഞ്ഞു പീസാക്കി കേട്ടോ. സാൽമൺ പീസസ് സോൾട്ടും പെപ്പറും വെച്ച് മാരിനേറ്റ് ചെയ്യാൻ മറന്നു കേട്ടോ. ഇനിയിപ്പോ ഈ ഇരിപ്പിലങ്ങ് ചെയ്യാം, അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. ഇനിയിപ്പോ പീസസ് ഒന്ന് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ചെയ്യണം. പെപ്പറും സോൾട്ടും കൊണ്ട് 2 സൈഡും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം മറിച്ചിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. അടുപ്പിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഫാനിന് ഒരു സൈഡിലേക്ക് ചരിവുള്ള പോലെ ഒന്ന് ചരിച്ച് എല്ലായിടത്തേക്കും എണ്ണ എത്തിച്ചിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. ഇപ്പൊ താഴെ ഭാഗം ഒരുമാതിരി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് പീസുകളെല്ലാം തിരിച്ചിട്ട് വറുക്കാം. ആദ്യം അടിപിടിക്കാതെ എല്ലാ പീസുകളും ഒന്ന് ഇളക്കി വെക്കാം. ഇനിയിപ്പോ നമുക്ക് പീസുകളെല്ലാം തിരിച്ചിട്ട് വറുക്കാം. ഇത് കണ്ടോ, സാൽമന്റെ ഫ്ലഷ് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ കളറിലായിരുന്നു കേട്ടോ. നല്ല രസമാണ്. അപ്പൊ നമുക്ക് എല്ലാ പീസും ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡിലൂടെ ഒന്ന് വറക്കാം. ഓക്കെ, അപ്പൊ അവൻ അവിടെ ഇരുന്ന് ആ സൈഡിലൂടെ ഒന്ന് മുരിയട്ടെ. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി പരിപാടിയുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പൊടിച്ചരിഞ്ഞ് വെക്കണം. പിന്നെ കുറച്ച് സവാള, തക്കാളി, ദില്ലൊക്കെ അരിഞ്ഞു വെക്കണം. ഇനിയിപ്പോ വറുത്ത് കഴിഞ്ഞ സാൽമൺ പീസ് നമുക്കെടുത്ത് മാറ്റി വെക്കാം. ഈ പീസുകൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി അങ്ങോട്ട് തുടങ്ങാൻ. ഇനി നമുക്ക് സാൽമൺ കുക്ക് ചെയ്യാനുള്ള സോസ് ഉണ്ടാക്കാം. ആദ്യം തന്നെ കുറച്ച് ബട്ടർ വേണം. ഇത് ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ച സോൾട്ടഡ് ബട്ടറാണ്. അതിൽ നിന്ന് കുറച്ചങ്ങ് മുറിച്ച് ഉരുകാനിടാം. ഈ ബട്ടർ മുഴുവൻ ഉരുകി കഴിയുമ്പോൾ നമുക്ക് പണി തുടങ്ങാം. ബട്ടർ ഉരുകി തീരുന്നവരെയുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ പല സ്റ്റേജായിട്ട് അങ്ങനെ ഇടുന്നത്. പെട്ടെന്ന് ഉരുകി കിട്ടാനായിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ചൂട് എല്ലായിടത്തും ചെല്ലുമ്പോൾ പെട്ടെന്ന് ഉരുകിക്കും. അപ്പൊ നമ്മുടെ ബട്ടറെല്ലാം ഉരുകി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഈ ബട്ടറിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഗാർലിക്കും ജിഞ്ചറും മുറുക്കി വെച്ചിടാം. ഇനി അതിന്റെ പച്ചപ്പ് പോകുന്നവരെ നമുക്കിന്ന് വഴറ്റാം. ബട്ടറിലായതുകൊണ്ടാ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞപ്പോ പതഞ്ഞു പോവുകയാണ്. നല്ല മണം. ഇനിയിപ്പോ നമുക്ക് സവോള ഇട്ട് വരട്ടാം. അത് സാധാരണ പോലെ മറ്റേ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ വരട്ടിയാണ്. സവാള എണ്ണയിലിടുമ്പം ഉപ്പിടാറുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. ഇവിടെ ഇപ്പൊ ബട്ടറിലാണ്, ഞാനിപ്പോ ഒന്നും ഇടുന്നില്ല.
പച്ചപ്പുള്ള എന്തെടുത്ത് ബട്ടറിലിട്ടാലും ഇതുപോലെ പതഞ്ഞിരിക്കുന്നതാണ്. ഇനിയിപ്പോ ടൊമാറ്റോ ഇട്ട് വഴറ്റി അതൊരു പ്യൂരി പരുവത്തിലാകും. അങ്ങനെ ആകുമ്പോൾ ഗ്രേവിക്ക് ഒരു റിച്ച്നെസ്. അപ്പൊ ഇനിയിപ്പോ ടൊമാറ്റോ എടുത്ത ഇതങ്ങോട്ട് പ്യൂരി പരുവത്തിലാകുമ്പോൾ തന്നെ കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസി അങ്ങ് മാറും കേട്ടോ. പിന്നെ കേട്ടോ റിച്ച് ആൻഡ് പോർഷ് ആവും, ലക്ഷൂറിയസ് ആവും. കണ്ടില്ലേ, ഇതുവരെ കണ്ടിരുന്ന ആ വാട്ടറി കൺസിസ്റ്റൻസി അല്ല ഇപ്പൊ സംഭവത്തിന് കുറുക്ക് പരുവത്തിലായി വരുന്നത്. ശരിക്കും ഈ ടൊമാറ്റോ എല്ലാം എന്ത് ഇതിൽ അലിഞ്ഞ് ചേരുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു എയിം കേട്ടോ. ഇനിയിപ്പോ ദില്ലും ബേസിൽ ലീവ്സും കട്ടി വെച്ചേക്കുന്ന കൂടെ ചേർത്ത് ടേസ്റ്റിനും മണത്തിനും അത് നല്ലതാണ്. ഇനിയിപ്പോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തേ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ. വലിയ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ ദിവസം ടെസ്കോയിൽ പോയപ്പോൾ വാങ്ങിച്ച വൈറ്റ് വൈൻ ആണ്. ഇതിൽ ചേർക്കാൻ തന്നെ വാങ്ങിച്ചത്. കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. ഇനി ഏത് കറിക്കും വേണ്ട സാധനം കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. ഇനിയിപ്പോ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ കൺസിസ്റ്റൻസിയിൽ നല്ല സോസായി മാറും. ഇനിയിപ്പോ ഇതിൽ കുറച്ച് വൈറ്റ് വൈൻ ആഡ് ചെയ്യാം. വൈൻ ആഡ് ചെയ്തതിന് ഇതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ സാൽമൺ വേവാനുള്ള സോസ് റെഡി ആയി വരുവാണ്. കൊള്ളാം, അടിപൊളി. ആ വൈൻ ചേർന്നതിന്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ പിഴിഞ്ഞു വെച്ചേക്കുന്ന ലെമൺ ജ്യൂസ് അതിനകത്തൊക്കെ ആഡ് ചെയ്യവേ. അങ്ങനെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് ടൊമാറ്റോ ആൻഡ് ലെമൺ സോസ് സീസൺഡ് വിത്ത് വൈറ്റ് വൈൻ റെഡി വരുന്നു. ആഹാ, അടിപൊളി അടിപൊളി. ഇനിയിപ്പോ കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ടും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ജിഞ്ചർ ഗാർലിക് ടൊമാറ്റോ ആൻഡ് ലെമൺ സോസ് സീസൺഡ് വിത്ത് വൈറ്റ് വൈൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിനകത്ത് പെറുക്കിടാം. ഈ മീൻ കഷ്ണങ്ങൾ ഇതിനകത്ത് കിടന്ന് നല്ല കുതിർന്ന് ഈ സോസ് എല്ലാം അതിനകത്ത് പിടിച്ച് നല്ല ടേസ്റ്റായി മാറണം. ടേസ്റ്റ് കൂടാനും കറി റിച്ച് ആവാനും കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കുന്നതല്ല. ഇനിയിപ്പോ നമുക്ക് അതിനെ ഗ്രേവിയിലോട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ കുറച്ചു നേരം ഒരു സൈഡ് വന്നില്ലേ, ഇനിയിപ്പോ മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ വേവിക്കാം. മീനില് സോസ് നല്ലപോലെ പിടിക്കട്ടെ, എന്നാലേ നല്ല ടേസ്റ്റ് ആവുള്ളൂ. ഇപ്പൊ ടേസ്റ്റ് ഒന്ന് നോക്കിയാ ക്രീം കൂടെ ചെന്നപ്പോ അടിപൊളിയായിട്ടോ. ഈശ്വര ഭഗവാനെ, ആദ്യമായിട്ടാണ് ചെയ്തെങ്കിലും സംഭവം റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി ഉപ്പൂടെ വേണം. സോസ് കൊടുത്ത് തിളച്ച് കുറുകണണ്ടാ. സാമ്പ നല്ലപോലെ സോസ് കുടിച്ച് തെളിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ നനക്കിയിട്ട് മാറ്റി വെക്കാം. അവന് വെജിൻ്റെ കൂടെ കുറച്ച് ബ്രൊക്കോളിയുടെ വേണമെന്ന് പറഞ്ഞു. അവൻ അങ്ങനെ അത് കട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ സാൽമൺ ഇൻ ജിഞ്ചർ ഗാർലിക് ടൊമാറ്റോ ആൻഡ് ലെമൺ സോസ് സീസൺഡ് വിത്ത് വൈറ്റ് വൈൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. വെജിറ്റബിൾസ് ബീൻസും കോളിഫ്ലവറും വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് മാഷ് ഉണ്ടാക്കാൻ. ഈ വെള്ളത്തിലേക്ക് പൊടിച്ചു വെച്ച പൊട്ടറ്റോ ഇടുക. ശേഷം അത് നന്നായി മിക്സ് ചെയ്യുക. ഈ വെള്ളം ചേർക്കുന്നത് മാഷ് നല്ല മാർദ്ദവെള്ളമായി കിട്ടാനാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് ബട്ടർ ഇട്ടില്ല, ബട്ടർ ഇട്ട അടിപൊളിയായിരിക്കും. ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, വെള്ളം ഇച്ചിരി കൂടുതൽ എടുത്തിട്ട് ഇട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കുമ്പോഴാണ് നല്ല മാർദ്ദവമായി കിട്ടുന്നത് കേട്ടോ. സംഭവം ഇപ്പം പൊട്ടറ്റോ മുഴുവൻ അരിഞ്ഞ് ചേർന്ന് കുറുക്ക് പരുവത്തിലായിട്ടുണ്ട്, നല്ല മാർദ്ദവമായി. പൊട്ടറ്റോ മാഷ് സക്സസ്ഫുള്ളി പ്രിപ്പയർഡ്. അവൻ ആ സമയം കൊണ്ട് കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് ബ്രൊക്കോളി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാഷിന് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഈ പ്രിപ്പയർ ചെയ്ത സാധനങ്ങളെല്ലാം ഒന്നൊന്നായി വന്ന് ടേബിളിൽ നിരന്നിട്ടുണ്ട് കേട്ടോ. ശ്രീമതിയെ വിളമ്പാൻ അങ്ങോട്ട് അയച്ചു. അച്ചാട്ടി ആദ്യം ഒരു സാൽമൺ പീസ് എടുത്ത് വെച്ചോണ്ടോ. പിന്നെ കുറച്ച് മാഷ് സെർവ് ചെയ്തു. പിന്നെ വെജിറ്റബിൾസിൽ ആദ്യം ബീൻസ്, ശേഷം കോളിഫ്ലവർ, പിന്നീട് ദാണ്ട് ബ്രൊക്കോളി. സാമം വീണ്ടും എടുക്കുവാണ്. അല്ല, ഗ്രേവിയാണ്. ആ പ്ലേറ്റ് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ. നമ്മൾ കേരളീയർക്ക് ഈ പ്ലേറ്റ് മതിയോ, കഴിച്ചാൽ നിറയുമോ എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് മതി കേട്ടോ നമുക്ക്. ഇതൊരു മെയിൻ ഇംഗ്ലീഷ് സാൽമൺ ഡിന്നർ ആണ് കേട്ടോ. അഭിപ്രായം നോക്കട്ടെ. ഫിഷ് എന്താ കഴിച്ച വൈനോ? അതിന്റെ ഫ്ലേവർ എടുത്തറിയുന്നുണ്ട് ഗ്രേവിയില്. ആ വൈൻ്റെ ഫ്ലേവർ അടുത്തറിഞ്ഞു എനിക്ക്. ഫിഷ് കഴിച്ചു. അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിട്ട് പറയാം കേട്ടോ.